വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്നറിയാമോ മമ്മി? സേ യെസ് ടു മോം. അതാണ് ഇന്നത്തെ വീഡിയോ. ഇന്ന് അമ്മ എന്ത് പറഞ്ഞാലും ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താ വെച്ച് കഴിഞ്ഞാൽ അമ്മ ഒന്നും പറയില്ല നമുക്ക്. അമ്മ പറയാം എനിക്ക് വേണ്ട മോളെ, എനിക്കൊന്നും വേണ്ട, ഇങ്ങനെ മോൻ പറയാൻ പോണ്ടായിരിക്കാം. എന്നാലും സാരില്ല, എൻ്റെ ഏറെ നാളത്തെ ആഗ്രഹമാണ് നമ്മുടെ സ്വന്തം ഏണിങ്സ് കൊണ്ട് എനിക്ക് അമ്മേനെയും കൊണ്ടുപോയി എന്തൊക്കെ മേടിക്കണമെന്ന്. അച്ഛനെ ഞാൻ മറന്നിട്ടില്ല കേട്ടോ, അച്ഛൻ പക്ഷേ ഇവിടെ നാട്ടിലില്ലല്ലോ. അച്ഛൻ വന്നിട്ട് ഞാൻ അച്ഛനെ വാങ്ങിക്കൊടുക്കും. അപ്പോൾ നമ്മളിപ്പം അമ്മയ്ക്ക് എന്തൊക്കെ വേണം എന്ന് ചോദിച്ചറിഞ്ഞ് നമ്മളതൊക്കെ മേടിച്ചു കൊടുക്കാൻ പോകണം. ഓണക്കോടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, പക്ഷെ എന്നാലും അമ്മേനെ കൊണ്ടുപോയി വാങ്ങിക്കൊടുക്കാൻ വേണ്ടി പോവാണ്. നിങ്ങൾ അവിടെ നിൽക്ക്, ചിരിക്കങ്ങ് ഞാൻ ആദ്യം ഓട്ടോ വിളിച്ചിട്ട് വേണം ഞങ്ങൾക്ക് ഒന്ന് ATM പോകണം. ATM പൈസ എടുത്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പം അമ്മ ഓട്ടോ ചേട്ടനെ വിളിക്കട്ടെ കേട്ടോ. അവിടെ കീട് അവിടെ ഓടി കിടക്കുന്നുണ്ട്, മോളുണ്ട്, മമ്മി ഇവിടെ നിൽക്കുന്നുണ്ട്, പിന്നെ ഞാനുണ്ട്. ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് മുന്നേ തന്നെ ഉച്ചയായപ്പോൾ തന്നെ ഞങ്ങൾക്ക് വേഗം തിരിച്ച് വീട്ടിലെത്തണം. കാരണം കസിൻസൊക്കെ വരുന്നു. അപ്പോൾ നമുക്ക് പോവാല്ലേ കേട്ടോ? എവിടേക്ക് പോണേ? പുലിയിൽ കാണാനോ? പുലിക്കലാണ് ഗൈസ്, നാളെ തോന്നുന്നു. അമ്മ ഡ്രസ്സ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അമ്മ വരുന്ന വഴി പറഞ്ഞിട്ടിരിക്കണം നമുക്കൊന്നും വേണ്ട വേണ്ടാന്നാണ്. പക്ഷെ ഞാൻ വെറുതെ വിടില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ വാങ്ങണല്ലോ അമ്മ. ഇങ്ങനത്തെ കസവ് നമുക്ക് വേണ്ടാന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സിമ്പിളായിട്ടുള്ള മതി. എന്തായാലും അമ്മ നോക്കട്ടെ. അവിടെ കണ്ടോ ഒരാൾ കാണിക്കണം, കൂടിക്കൊണ്ടിരിക്കണം, കരഞ്ഞുകൊണ്ടിരിക്കണം ടോയ്സിന്. അപ്പോൾ ഇതാ അമ്മയ്ക്ക് ആ ഗ്രീൻ കളറിൻ്റെ ചുരിദാറാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അമ്മയ്ക്ക് വേറെ അങ്ങനെ വർക്കുള്ള അങ്ങനെ ഒരുപാട് വർക്കുകളൊന്നും വേണ്ട പറ്റും. അമ്മ അതാണ് എടുത്തിട്ടുണ്ടായത്. പിന്നെ അമ്മയ്ക്ക് ഇന്നേഴ്സൊക്കെ നോക്കണം എന്ന് പറഞ്ഞു. പിന്നെ ഏതാ അമ്പുടുവിന് എടുത്തിട്ടുണ്ട് ടീഷർട്ടും പിന്നെ ട്രൗസറും എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പിള്ളേർക്ക് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഇവ കിടുമ്പോഴൊന്നും ആട്ടങ്ങി നിൽക്കണുണ്ടായിരുന്നില്ല. ഓടിച്ച് ആടി മറിഞ്ഞ് മനുഷ്യന് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഇവർ രണ്ടാളും. സത്യം പറഞ്ഞാൽ അച്ഛല്ലാതെ ഇവരെ എവിടേക്കും കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ ഇതാ അവർക്കുള്ള ടീഷർട്ട് ഇതാ പയ്യനെ വേറെയും ടീഷർട്ടൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അതേ പിന്നെ ഞാൻ കിടുവിന് ഇതാ ഈ ഒരു ടീഷർട്ടും ഈ ഒരു ഷർട്ടാണ് ഞാൻ കിടുവിന് എടുത്തത്. പിന്നെ ഞാൻ ഉമ്മോൾക്ക് ഒരു ഫ്രോക്കും പിന്നെ ഇങ്ങനെ ഒരു ഫ്രോക്ക് ടൈപ്പ് തന്നെ വേറൊരു സാധനം കൊടുത്തു ഞാൻ. അതിന് ഇത്രയും ഐറ്റംസാണ് നമ്മൾ ബ്യൂട്ടി സിൽക്സിൽ നിന്ന് എടുത്തത് കേട്ടോ. എന്നിട്ട് അതൊക്കെ എടുത്ത് ഞാൻ ബില്ല് ചെയ്യാൻ വേണ്ടി കൊണ്ടു കൊടുത്തു. ബില്ലൊക്കെ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി. അപ്പം അമ്മയ്ക്ക് എത്ര സമയം വാങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടോ ഞാൻ. പിന്നെ ഞങ്ങൾ പെട്ടിക്കടയിൽ നിന്ന് വെള്ളമൊക്കെ കുടിച്ചു. ഞങ്ങൾക്ക് കാരണം ഒന്നും കൂടി പെട്ടിക്കടയിൽ നിന്നൊക്കെ വെള്ളം കുടിക്കാൻ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പെട്ടിക്കടയിൽ പോയിട്ട് വെള്ളം കുടിച്ചിട്ടാണ് ഗൈസ് പൊട്ടിക്ക് പോകുന്നത്. കാരണം ബ്യൂട്ടി സിൽക്സ് തൊട്ടപ്പുറത്തുള്ള പെട്ടിക്കടയിലാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് വെള്ളമൊക്കെ കുടിച്ചു. അത് ഇവിടെ ഞങ്ങൾ നേരെ ഇനി വീട്ടിലേക്ക് പോകണം. ഞാൻ അമ്മോട് ചിരിക്കാനാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ക്ഷീണിച്ച്. പക്ഷേ ഈ അമ്മേനെയും കൊണ്ട് പോണത് വെറുതെ. അമ്മ ഒന്നും വേണ്ട ഈ ഒരു സ്വരം മാത്രം അമ്മ പാടിക്കൊണ്ടിരുന്നായിരുന്നു. എനിക്കൊന്നും വേണ്ട എനിക്ക് നമ്മുടെ ഒരു ആഗ്രഹമാണ് അമ്മയ്ക്ക് എന്തെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ അമ്മേനെ കൊണ്ടുപോയി സാധനങ്ങൾ മേടിച്ചു കൊടുക്കുക എന്നുള്ളത്. പക്ഷെ അമ്മയ്ക്ക് ഇത് മനസ്സിലാവണല്ലേ. അമ്മ പറഞ്ഞ് എനിക്കൊന്നും വേണ്ടടി, എനിക്കൊന്നും വേണ്ട തന്നെ പാടിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ദേഷ്യം വന്ന അവസാനം ഞാൻ പറഞ്ഞു എന്തെങ്കിലും കിടന്നിട്ട് പോരാൻ. അപ്പോൾ പിന്നെ നമ്മൾ ഇവിടുന്ന് അച്ഛനും അമ്മയുടെയൊക്കെ ഇടുവിന് ഉമ്മോൾക്കും അമ്പുടൂനൊക്കെയുള്ള ഓണക്കോടി എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാനിവിടെ വന്നിട്ട് എടുക്കാമെന്ന് പറഞ്ഞിട്ട് അത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അതും കൂടി ഞങ്ങൾ ഇതിൻ്റെ കൂടെ ഒരുമിച്ചായിട്ട് എടുത്തു കേട്ടോ. അപ്പം ഇനി ഞാൻ അമ്മയ്ക്ക് അതുപോലെ തന്നെ ചെരുപ്പ് പേഴ്സ് ഇതൊക്കെ മേടിക്കണം വെച്ചിരുന്നു. പക്ഷേ 36 ഒന്നും വേണ്ട അല്ലേ. ഞാൻ അങ്ങനെ എപ്പോഴും അങ്ങനെ ചോദിക്കില്ലേ, വിലപ്പോഴും ചോദിക്കുള്ളൂ. അപ്പം അത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുള്ളൂ അല്ലേ. എന്നോടൊക്കെ ആരെങ്കിലും ചോദിക്കണം, എന്നോടൊക്കെ എൻ്റെ ഏട്ടനെ ചോദിക്കണം. മോൻസ് എന്തായിരുന്നു കുട്ടിക്ക് വേണ്ട പറഞ്ഞാൽ ഞാൻ ലിസ്റ്റ് തന്നെ ഇടും. നെഗറ്റീവ് ഇല്ല. എനിക്ക് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു എനിക്ക്. ഞാൻ അങ്ങനെ സാധനം അമ്മേനെയും കൊണ്ടുപോയിട്ട് അങ്ങനെ എടുക്കല് വളരെ കുറയ്ക്കുന്ന അങ്ങനെ എടുക്കലില്ല. ഞാൻ അങ്ങനെ അമ്മേനെ കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ ഞാൻ കൂടുതലും ഇപ്പം നമ്മൾ ഓൺലൈനിൽ നിന്ന് സാധനങ്ങൾ മേടിക്കുന്നതുകൊണ്ട് ഞാൻ കൂടുതലും ഓൺലൈനിൽ നിന്ന് അമ്മയ്ക്ക് വാങ്ങിയിട്ട് ഒന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ഓർഡർ ചെയ്തിട്ട് ഞാൻ കൊണ്ടുവരില്ലെങ്കിൽ ഞാൻ അമ്മയ്ക്ക് ഇങ്ങോട്ട് ഓർഡർ ചെയ്ത് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യാറ്. അല്ലെങ്കിൽ എനിക്ക്
അപ്പം നൈറ്റീസൊക്കെ ഞാൻ ഇവിടെ വന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നിട്ട് ഞാൻ അമ്മയ്ക്ക് ഓർഡർ ചെയ്തിട്ട് ഓൺലൈൻ വഴി ഓർഡർ ചെയ്തിട്ട് ഞാൻ ഇങ്ങോട്ട് അമ്മയ്ക്ക് കൊടുക്കുകയാണ് ചെയ്തത്, കുറച്ച് ഇങ്ങോട്ട് വരുത്തിക്കുകയാണ് ചെയ്തത്. കടയിൽ കൊണ്ടുപോയിട്ട് അമ്മയ്ക്ക് അങ്ങനെ ഞാൻ വാങ്ങിക്കൊടുക്കൽ വളരെ ചുരുക്കണം. ഞാൻ അങ്ങനെ വാങ്ങലേ ഇല്ല. എനിക്കൊന്നും കുറേ നാളെ ഞാൻ അങ്ങനെ അമ്മേനെയും കൊണ്ട് കടയിൽ പോയിട്ട് വാങ്ങിക്കൊടുത്തിട്ട് സാധാരണ ഞാനായിട്ട് വാങ്ങിക്കൊണ്ടുവരികയാണ് ചെയ്യാറ്. പക്ഷെ ഇപ്രാവശ്യം എനിക്ക് എന്തോ അമ്മേനെയും കൊണ്ടുപോയി അമ്മയ്ക്ക് ഇഷ്ടം നോക്കി അമ്മയുടെ ഇഷ്ടത്തിനൊക്കെ വാങ്ങിക്കൊടുക്കണം എന്നൊരാഗ്രഹമായിരുന്നു. പക്ഷെ 34 ഒന്നും വേണ്ട. എനിക്ക് എൻ്റെ അച്ഛൻ വരട്ടെ, എൻ്റെ അച്ഛനെ ഞാൻ വാങ്ങിക്കൊടുക്കണമെന്ന് കണ്ടോ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ എനിക്ക് ഇതേപോലെ തന്നെ അച്ഛനെയും കൊണ്ടുപോയിട്ട് അച്ഛനും വാങ്ങിക്കൊടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കുറേ പേര് ഇപ്പം ചേച്ചി എന്തെങ്കിലും മത്സരാമയ്ക്ക് വാങ്ങിക്കൊടുക്കുമ്പോൾ എന്നെ കമ്പയർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാനൊന്നും അങ്ങനെ കാര്യമൊക്കെ അറിയാം. എനിക്കറിയാം ഞാൻ എങ്ങനെയാണ് എൻ്റെ വീട്ടിലേക്ക് ചെയ്ത് കൊടുക്കുന്നത്, എൻ്റെ വീട്ടിലേക്ക് ഞാൻ വാങ്ങിക്കൊടുക്കുന്നത്, എൻ്റെ വീട്ടിലേക്ക് ഞാൻ എങ്ങനെ കൊടുക്കും എന്നുള്ളത് എനിക്കറിയാം. പിന്നെ അത് ഞാൻ ഇപ്പം വ്ളോഗൊക്കെ കാരണം ഞാൻ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് അമ്മേനെയും കൊണ്ടുപോയിട്ട് വാങ്ങിക്കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇതൊരു വ്ളോഗാക്കിയത്. അല്ലെങ്കിൽ നോർമലി ഞാൻ എല്ലാം ഓൺലൈൻ വഴി ഓർഡർ ചെയ്തിട്ട് അമ്മയ്ക്ക് എന്താണ് വേണമെന്ന് പറയുന്ന ആ സാധനം ഇപ്പം ഞാനിവിടെ ഇല്ലെങ്കിൽ ഞാൻ അവിടെ ആണെങ്കിലും അവിടെ നിന്ന് ഞാൻ ഓർഡർ ചെയ്തിട്ട് ഇവിടുത്തെ അഡ്രസ്സ് കൊടുത്ത് ഇങ്ങോട്ട് എത്തിക്കുകയാണ് ചെയ്യാറ്. അപ്പം കുറേ കാലത്തിന് ശേഷം അമ്മേനെ കൊണ്ടുപോയിട്ട് വാങ്ങിക്കൊടുക്കുന്നത്. ഇത്രയും കാലത്ത് ഓൺലൈൻ തന്നെയായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഇന്നത്തെ വ്ളോഗായിട്ട് ഞാൻ എടുത്തത്. അപ്പം ഇനി അച്ഛൻ വന്നിട്ട് ചിലപ്പോൾ ഇങ്ങനെ വലിയ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാനായിട്ട് ഇപ്പോൾ അത്ര അങ്ങനെ വാങ്ങിക്കൊടുക്കാനുള്ള ഒരു സിറ്റുവേഷനിലല്ല. പക്ഷെ എന്നാലും ചെറിയ സാധനങ്ങളാണെങ്കിൽ പോലും ഞാൻ എൻ്റെ എൻസ് വഴി എൻ്റെ അച്ഛനമ്മയ്ക്ക് ഞാൻ അത് വാങ്ങിക്കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഏതൊരു മക്കൾക്കായാലും അതൊരു സന്തോഷമാണല്ലോ. ഞാൻ ഇന്നിപ്പോൾ കടയിൽ പോയിട്ട് ഞാൻ അമ്മോട് അത് എടുത്തോ, ബാഗ് എടുത്തോ, ചെരുപ്പ് എടുത്തോ പറയുമ്പോൾ അമ്മയ്ക്ക് ഒന്നും വേണ്ട. അമ്മ എന്തുകൊണ്ടാണ് വേണ്ടെന്ന് പറഞ്ഞാൽ അമ്മ എന്താണെന്ന് എനിക്കറിയില്ല. അമ്മ ഇനിയിപ്പോൾ എന്നെ ബുദ്ധിമുട്ടിക്കേണ്ട വെച്ചിട്ടാണോ അല്ലെങ്കിൽ എൻ്റെ പൈസ വെറുതെ ചിലവാക്കണ്ടെന്ന് വെച്ചിട്ടാണോ എന്തോ വേണ്ടെന്ന് പറയുന്നതുകൊണ്ടാണ് ഇത്രയും സാധനങ്ങൾ ഞാൻ ഒതുക്കിയത്. അപ്പോൾ എന്തായാലും നമുക്ക് സാധനങ്ങളൊക്കെ ഞാൻ കാണിച്ചത് നമുക്ക് എന്തൊക്കെയാണ് വാങ്ങിയത്. എന്തായാലും ഇതൊക്കെയാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതെന്താണെന്നറിയോ, ഇത് അമ്പുടൂന് എടുത്താണ് കേട്ടോ. ഇത് അമ്പുടൂന് എടുത്താണ്. ഇതങ്ങനെ ഇൻബോക്സിലേക്ക് ഇട്ടു. പിന്നെ ഇത് മമ്മിക്ക്, പിന്നെ ഇത് അമ്മയ്ക്കൊരു അണ്ടർ സ്കേർട്ട്. ഇത് എനിക്ക് ലെഗിൻസ് എടുത്ത അണ്ടർ ലെഗിൻസ് ഇല്ല ഗൈസ്. പിന്നെ ഇത് ഞാൻ ഉമ്മക്ക് ഇവിടുന്ന് എടുത്ത ഓണക്കോടിയാണ് കേട്ടോ. ഇത് റെഡിമെയ്ഡ് ജാക്കറ്റ് ഞാൻ എടുത്താറുണ്ട്, ബ്ലൗസ്. ഇതെന്താ, അത് ഇന്നേഴ്സാണ് അമ്മയ്ക്ക് എടുത്താറുണ്ട്. പിന്നെ ഇതൊക്കെ ഇടുവിനെടുത്താണ് ടീഷർട്ട്. ഇത് ഞാൻ അമ്പടുവിന് എടുത്താണ് കേട്ടോ. പിന്നെ ഇടുവിന് ഈ ഷർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതെന്തായിരുന്നു, ഇത് ലെഗിൻസിക്ക് എടുത്താണ്. ഇത് ഉമ്മൾക്ക് എടുത്താണ്. ഇത്ര സാധനമാണ് ഞങ്ങൾ എടുത്തത്. ആർ യു ഹാപ്പി മമ്മി? എനിക്ക് പക്ഷേ അമ്മേനെ കൊണ്ട് പോകുന്നത് വെറുതെയാണ്. അമ്മ ഒന്നും വേണ്ട, എനിക്കൊന്നും വേണ്ട, ഇത് മാത്രം പറഞ്ഞു അത് കേട്ട് അടുത്തേക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ അമ്മയ്ക്ക് സത്യം ചെരുപ്പൊക്കെ മേടിക്കുന്നത് ചോദിച്ചത്. പക്ഷെ അമ്മ വേണ്ട ചെരുപ്പുണ്ട് ഒന്നും വേണ്ട ഇത് എന്നെ പറഞ്ഞുകൊണ്ടിരുന്നായിരുന്നു. എന്താ മമ്മി നിങ്ങൾ ഇങ്ങനെ പറയൂ. അതെ, അമ്മ പറയുന്നത് ആവശ്യത്തിന് മതി, ആവശ്യമില്ലാണ്ട് കുറെ വേണ്ട. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നിന്ന് ഞാൻ പോകുമ്പോൾ അമ്മയ്ക്ക് ഞാൻ കുറെ 8-10 മാക്സിയും അത് ചുരിദാറും ഇതൊക്കെ എടുത്തിട്ടാണ് ഞാൻ പോയത്. അതുകൊണ്ടാണ് പിന്നെ അപ്രശ്നം നമുക്ക് സാരിയും ചുരിദാറൊക്കെ എടുത്തു. പക്ഷെ എന്നാലും നമ്മുടെ ഒരു ആഗ്രഹമല്ല നമ്മുടെ അമ്മമാർക്ക് കൂടുതൽ വാങ്ങിക്കൊടുക്കണം എന്നുള്ളത് അവർ മനസ്സിലാക്കണില്ലേ. ബ്ലഡി ഫോഴ്സ് ഇത്രയൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.